Attitude and perception. In simple words, an attitude is an individual's point of view or an individual's way of looking at something. To more explicit, an attitude may be explained as the mental state of an individual which prepares him to react or make him behave in a particular predetermined way. It is actually acquired feeling. An attitude is defined as a learned predisposition to respond in a consistently favorable or unfavorable manner with respect to a given object. Attitude is the combination of belief and feelings that people have about specific ideas, situation or other people. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ തിങ്ങിനെ ആളുകൾ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതിന് ആണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഒരു ഇൻഡിവിജ്വലി എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക എന്നുള്ളതിനെയാണ് നമ്മൾ അയാളുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു അക്വേർഡ് ഫീലിംഗ് ആണ്. അതായത് നമ്മുടെ വിശ്വാസം, അതുപോലെ തന്നെ ഫീലിങ്സ്, ഇതൊക്കെ തന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു പർട്ടിക്കുലർ പീപ്പിളിനോട് നമുക്ക് എങ്ങനെയാണോ അവരെ പറ്റി ഒരു ഐഡിയ ഉള്ളത്, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനെ പറ്റി നമുക്ക് എങ്ങനെയാണോ ഒരു ഐഡിയ ഉള്ളത്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനെ പറ്റിയിട്ട് നമുക്ക് എങ്ങനെയാണോ നോളജ് ഉള്ളത്, അതിൻ്റെ ബേസിലാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യുന്നത്. നമ്മുടെ വ്യൂ പോയിൻ്റ് ആണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. Attitude has three components which are as follows: affective component, cognitive component, intentional component. The affective component of an attitude reflects feelings and emotions that an individual has towards a situation. The cognitive component of an attitude is derived from knowledge that an individual has about a situation. Finally, intentional component of an attitude reflects how an individual expects to behave towards or in the situation. Affective component, cognitive component, intentional component എന്നിങ്ങനെ മൂന്നായിട്ട് ആറ്റിറ്റ്യൂഡിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അഫക്റ്റീവ് കോമ്പോണൻറ്റ് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിലുള്ള ഫീലിങ്സും ഇമോഷൻസുമാണ് ആറ്റിറ്റ്യൂഡ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്നാണ് അഫക്റ്റീവ് കോമ്പണൻറ്റ് പറയുന്നത്. എന്നാൽ കോഗ്നിറ്റീവ് കോമ്പണൻറ്റ് എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡ് ഡിറൈവ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിൻ്റെ ഒരു നോളജ് അബൌട്ട് സിറ്റുവേഷൻ, ഒരു ഇൻഡിവിജ്വലിന് ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനോടുള്ള നോളജിൻ്റെ ബേസിൽ ഫോം ചെയ്യുന്ന ആറ്റിറ്റ്യൂഡിനെയാണ് കോഗ്നിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇൻറ്റൻഷണൽ കോമ്പണൻറ്റ് ഒരു ഇൻഡിവിജ്വൽ എങ്ങനെയാണോ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ബിഹേവ് ചെയ്യാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഇൻറ്റൻഷണൽ കോമ്പോണൻ്റ് എന്ന് പറയുന്നത്. അപ്പം അഫക്റ്റീവ് ബേസ് ചെയ്യുന്നത് ഫീലിങ്സും ഇമോഷൻസും ആണ്, കോഗ്നിറ്റീവ് നോളജ് ആണ്, ദെൻ ഇൻറ്റൻഷണൽ ഡീൽ ചെയ്യുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് ബിഹേവിയർ, അല്ലെ എക്സ്പെക്ട്സ് ടു ബിഹേവ് ഇൻ എ പർട്ടിക്കുലർ സിറ്റുവേഷൻ ആണ്. ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ ആൻഡ് ചേഞ്ച്. Individuals' attitudes are formed over time as a result of repeated personal experiences with ideas, situations, or people. One of the very important ways to understand individuals' behavior in an organization is that studying attitude, which is situational, specific, and learned. An attitude may change as a result of new information. A manager may have a negative attitude about a new employee because of his lack of job-related experience. After working with a new person, a manager may come to realize that he is actually very talented and subsequently may develop a more positive attitude toward him. ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ്. നമ്മുടെ ഐഡിയാസിൻ്റെയും സിറ്റുവേഷൻസിൻ്റെയും അല്ലെങ്കിൽ ഓരോ പീപ്പിളിൻ്റെയും ഒക്കെ ബേസിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഓരോ ദിവസവും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ചിലപ്പം
പുതിയൊരു ഇൻഫോർമേഷൻ കിട്ടുന്ന സമയത്ത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറാം. അതിനാണ് ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഒരു മാനേജർ പുതുതായിട്ടൊരു എംപ്ലോയി വരുന്ന സമയത്ത് ചിലപ്പോൾ ആ എംപ്ലോയിക്ക് വർക്ക് എക്സ്പീരിയൻസ് കുറവാകുമ്പോൾ അയാളുടെ പെർഫോമൻസ് ലെവൽ കുറവായിരിക്കും. അപ്പോൾ മാനേജറിന് ചിലപ്പോൾ അയാളെ പറ്റി ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡായിരിക്കും ഉണ്ടാവുക. പിന്നെ കുറച്ചുകൂടി കഴിയുന്ന സമയത്ത് കൂടുതൽ കാലം ഇയാളുടെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും അയാൾ നല്ല ടാലൻറ്റഡ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ ത്രൂ എക്സ്പീരിയൻസിലൂടെയാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നത്. സോ എക്സ്പീരിയൻസ് വരുന്ന സമയത്ത് സിറ്റുവേഷൻസ് ഒക്കെ അനുസരിച്ചിട്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറി വരാം. ഓക്കെ. Work-related attitudes. People in an organization form attitude about many things such as about their salary, promotion, possibilities, superiors, fringe benefits, food in canteen, uniform, etc. Especially some important attitudes are job satisfaction or dissatisfaction, organizational commitment and job involvement. Work-related എന്ന് പറയുന്ന സമയത്ത് ഒരു എംപ്ലോയിക്ക് ഓർഗനൈസേഷനുമായിട്ട് റിഫോം ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ്സ് ആണ് വർക്ക് റിലേറ്റഡ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതായത് ഇത്രത്തോളം സാലറി ആണ്, പ്രമോഷൻ, ഇതിൻ്റെ പോസിബിലിറ്റീസ്, ഇതിൻ്റെ ഒക്കെ ബേസിൽ നമുക്ക് ചിലപ്പം ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാം. അത് ഒരു ആറ്റിറ്റ്യൂഡാണ്. ജോബ് ഡിസാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് വേറെ, അതായത് നല്ല പ്രമോഷനൊക്കെയുള്ള ജോലിയാണെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പം നമുക്ക് ആ ജോലിയോടുള്ള ആറ്റിറ്റ്യൂഡ് പോസിറ്റീവായിരിക്കും. നമ്മൾ പ്രമോഷനൊന്നുമില്ല, സാലറി കറക്റ്റായിട്ടൊന്നും തരുന്നില്ല എങ്കിൽ നമുക്ക് ആ ജോബിനോട് ഓട്ടോമാറ്റിക്കലി ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ റിസൾട്ടായിട്ടാണ് നമുക്ക് ഓർഗനൈസേഷണൽ കമ്മിറ്റ്മെൻറ്റും അതുപോലെ ജോബ് ഇൻവോൾവ്മെൻറ്റും ഒക്കെ വരികയും ചെയ്യുന്നത്. വർക്ക് റിലേറ്റഡ് ആറ്റിറ്റ്യൂഡിൽ വരുന്നതാണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. Job satisfaction is an attitude reflects to the extent to which an individual is gratified or fulfilled by his or her work. A satisfied employee also tends to be absent less often, makes positive contribution and stays with the organization. In contrast, a dissatisfied employee may be absent for more often, may experience stress that disrupts co-workers and may keep continuously look for another job. Organizational factors that influence employee satisfaction include pay, promotion, policies, procedures of the organization and working condition. Group factors such as relationship with the co-workers and supervisors also influence job satisfaction. ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എംപ്ലോയിൻ്റെ ആറ്റിറ്റ്യൂഡാണ്. അയാളുടെ ഒരു പെർട്ടിക്കുലർ ജോബ് നോടുള്ള പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനെയാണ് നമ്മൾ ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. ഈ സാറ്റിസ്ഫൈഡ് ആവാൻ ഒരു ഓർഗനൈസേഷൻ എംപ്ലോയിക്ക് നന്നായിട്ട് പ്രൊമോഷൻ അതുപോലെ പോളിസീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്ന എംപ്ലോയി ആണെങ്കിൽ കോവർക്കേഴ്സ് എംപ്ലോയിയുമായിട്ട് ഗുഡ് ടേംസ് ഓഫ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അവിടെ ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. അതല്ല, ഒരു ഓർഗനൈസേഷനിൽ പോളിസീസും പ്രമോഷൻസും ഒന്നുമില്ല, എംപ്ലോയീസ് ഡിസാറ്റിസ്ഫൈഡ് ആവുന്ന സമയത്ത് അവർ മറ്റുള്ള എംപ്ലോയീസിനെയും സെയിം ടൈം ഇറിറ്റേറ്റ് ചെയ്യും. അതുപോലെ തന്നെ എപ്പോഴും വേറെ ഒരു ജോബ് ഈ ഓർഗനൈസേഷനിൽ നിന്നുകൊണ്ട് തന്നെ അവർ നോക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് അത് അവരുടെ ഓവറോൾ വർക്കിനെയും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റിനെയും അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലി എത്രത്തോളം അയാളുടെ വർക്കിൽ ഗ്രാറ്റിഫൈഡ് ആണോ അല്ലെങ്കിൽ ഫുൾഫിൽഡ് ആണെന്ന് പറയുന്നതിനെയാണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ജോബ് സാറ്റിസ്ഫാക്ഷൻ കഴിഞ്ഞാൽ അടുത്ത വർക്ക് റിലേറ്റഡ് ആറ്റിറ്റ്യൂഡാണ് ഓർഗനൈസേഷണൽ കമ്മിറ്റ്മെൻറ്റ് ആൻഡ് ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയുന്നത്. Organizational commitment is individuals' feelings of identification with and attachment to an organization. Involvement refers to a person's willingness to be a team member and work beyond the usual standards of the job. An employee with little involvement is motivated by eccentric motivational factors. An employee with strong involvement is motivated by intrinsic motivational factors. If organizational treats employees fairly and provides reasonable rewards and job security, employees are more likely to be satisfied and committed. Involving employees in decision making can also help to increase commitment.
In particular, designing jobs which are interesting and stimulating can enhance job involvement. ഒരു ഇൻഡിവിജ്വലിന് അല്ലെങ്കിൽ വർക്കറിന് ഓർഗനൈസേഷനോടുള്ള അറ്റാച്ച്മെൻറ്റിനെയോ അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റിനെയാണ് നമ്മൾ ഓർഗനൈസേഷണൽ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷണൽ ഇൻവോൾവ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു എംപ്ലോയി ഒരു പർട്ടിക്കുലർ ജോബ് അത് പ്രതീക്ഷിക്കുന്നതിൽ ആ ജോബ് റിക്വയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സ്റ്റാൻഡേർഡിൽ അയാൾ ആ ജോബ് പെർഫോം ചെയ്യുക. അതായത് ഹൈ സ്റ്റാൻഡേർഡിൽ ഒരു ജോബ് പെർഫോം ചെയ്യുന്നതിനെയാണ് ജോബ് ഇൻവോൾവ്മെൻ്റ് എന്ന് പറയുന്നത്. ആ ജോബിൽ അത്രത്തോളം അയാൾ ഇൻവോൾവ് ആയിരിക്കും. ലിറ്റിൽ ഇൻവോൾവ്മെൻ്റ് ഉള്ള എംപ്ലോയിക്കാണെങ്കിൽ എക്സെൻട്രിക് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് കൊടുത്തിട്ട് അയാളുടെ ഇൻവോൾവ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യിപ്പിക്കണം. സ്ട്രോങ്ലി മോട്ടിവേറ്റഡ് ആണെങ്കിൽ ഇൻട്രൻസിക് മോട്ടിവേഷണൽ ഫാക്ടേഴ്സാണ് ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്. എക്സെൻട്രിക് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ് ഒരു ഇൻഡിവിജ്വലിനെ ഡ്രൈവ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എക്സെൻട്രിക് മോട്ടിവേഷണൽ റിവാർഡ്സ് എന്ന് പറയുന്നത്. അതായത് എക്സ്റ്റേണൽ റിവാർഡ്സ് ആയിട്ടുള്ള മണി, ഗ്രേഡ്, പ്രൈസ് ഇതൊക്കെ അട്രാക്റ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ഈവൻ പണിഷ്മെൻറ്റ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു എംപ്ലോയി വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെയാണ് എക്സെൻട്രിക് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇൻട്രൻസിക് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ മോട്ടിവേഷൻ വിത്തിൻ ആൻ ഇൻഡിവിജ്വൽ ആണ്. അയാൾ തന്നെ മോട്ടിവേറ്റഡ് ആവുക. അതായത് നന്നായി വർക്ക് ചെയ്താൽ എനിക്ക് കുറച്ചുകൂടി ഈ ജോബിൽ നോളജ് ഉണ്ടാവും, അതല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ എനിക്ക് അക്വയർ ചെയ്യാൻ പറ്റും എന്നുള്ള ഇൻട്രസ്റ്റോട് കൂടിയിട്ട് വർക്ക് ചെയ്യുന്നതിനാണ് ഇൻട്രൻസിക് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഒരു ഓർഗനൈസേഷനോ എംപ്ലോയിനെ ഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ എംപ്ലോയീസ് സാറ്റിസ്ഫൈഡും ആയിരിക്കും, ആ ഓർഗനൈസേഷനിൽ കമ്മിറ്റഡ് ആയിരിക്കും, അവർ വർക്ക് ഇൻവോൾവ് ആവുകയും ചെയ്യും. അതായത് പാർട്ടിസിപ്പേഷൻ, മാനേജ്മെൻറ്റിലൊക്കെ പാർട്ടിസിപ്പേഷൻ കൊടുക്കുക, ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ എംപ്ലോയീസിൻ്റെ ഒപ്പീനിയൻസ് ഒക്കെ കൺസിഡർ ചെയ്യുക. ഇങ്ങനെയെല്ലാം ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എംപ്ലോയി ഓർഗനൈസേഷനിലോട് കമ്മിറ്റഡ് ആവുകയും വർക്കിൽ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവുകയും ചെയ്യും. നെക്സ്റ്റ്, മെഷർമെൻറ്റ് ഓഫ് ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ് പറയുന്നത്. ഫസ്റ്റ്, ഒപ്പീനിയൻ സർവേസ്. സെക്കൻഡ് വൺ, ഇൻ്റർവ്യൂ. തേർഡ് വൺ, സ്കെയിലിംഗ് ടെക്നിക്. ഒപ്പീനിയൻ സർവേ. This is based on questionnaire with closed-ended questions or multiple choice question regarding the nature of work, environment, rewards, etc. through which attitude is measured. Second one, interviews. An interview board consisting of neutral person conducting interview with employees and keep the result as confidential. Scaling technique. Thurstone attitude scale, Likert scale, etc. are used to find ആറ്റിറ്റ്യൂഡ്. ഫസ്റ്റ് മെത്തേഡ് പറയുന്നത് ഒപ്പീനിയൻ സർവേസ് നടത്തുക. ഒപ്പീനിയൻ സർവേ എന്ന് പറയുമ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസോ അതല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസോ ഒക്കെ എംപ്ലോയീസിനോട് ആസ്ക് ചെയ്യുക. അതിൻ്റെ ബേസിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യാം. അതല്ല എങ്കിൽ ഒരു എക്സ്റ്റേണൽ പാർട്ടി എംപ്ലോയിയുമായിട്ട് ഒരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തിട്ട് അവരുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഈ റിപ്പോർട്ട് എന്നിട്ട് കോൺഫിഡൻഷ്യലായിട്ട് കീപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ ലിക്കർട്ട് സ്കെയിൽസോ തേഴ്സ്റ്റൺ ആറ്റിറ്റ്യൂഡ് സ്കെയിൽസ് എല്ലാം യൂസ് ചെയ്തിട്ടും നമുക്ക് ആറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യാവുന്നതാണ്. സോഴ്സസ് ഓഫ് ആറ്റിറ്റ്യൂഡ്. ഡയറക്റ്റ് പേഴ്സണൽ എക്സ്പീരിയൻസ്, അസോസിയേഷൻ, ഫാമിലി ആൻഡ് പിയർ ഗ്രൂപ്പ്, നൈബർഹുഡ്, എക്കണോമിക് സ്റ്റാറ്റസ് ആൻഡ് ഒക്യുപ്പേഷൻ, മാസ് കമ്മ്യൂണിക്കേഷൻ. ഇതെല്ലാമാണ് ആറ്റിറ്റ്യൂഡിൻ്റെ സോഴ്സസ് എന്ന് പറയുന്നത്. നമുക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്നത് നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് കാരണം നമുക്ക് ഒരു പർട്ടിക്കുലർ തിങ്ങിനോടോ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഇൻഡിവിജ്വലിനോടോ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യും. അതല്ലെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ അസോസിയേഷനിൽ മെമ്പർ ആവുന്ന സമയത്ത് ആ അസോസിയേഷൻ്റെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി, നൈബർഹുഡ്, ജോബ്, കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം തന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് ആണ്. പെർസെപ്ഷൻ. Perception is described as a person's view of reality. It is the interpretation of sensory data so as to gather meaningful ideas. In the process of perception, people receive many different kinds of information through all five senses, assimilate them and then interpret them. Different people perceive the same information differently.
ഒരു ഇൻഡിവിജ്വൽ ഒരു കാര്യം എങ്ങനെയാണോ മനസ്സിലാക്കുന്നത് അതിനെയാണ് നമ്മൾ അയാളുടെ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അയാളുടെ കാഴ്ചപ്പാടിനെയാണ് നമ്മൾ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് സെൻസറി ഡാറ്റ as to gather meaningful ഐഡിയാസ്. നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മുടെ 5 സെൻസറീസിൽ നിന്ന് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻസിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് അതിനെയാണ് നമ്മൾ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഒരു സെയിം ഇൻഫോർമേഷൻ തന്നെ പല ആളുകളും പല രീതിയിലായിരിക്കും ഇൻ്റർപ്രറ്റ് ചെയ്യുക. പെർസെപ്ഷൻ പ്രോസസ്. First one, perceptual input, information, object, event, people, symbols, etc. Characteristics of the object include contrast, intensity, movement, repetition, and novelty. Characteristics of the person include attitude, self-concept, and personality. ഫസ്റ്റ് ഇൻപുട്ടാണ് നമ്മൾ റിസീവ് ചെയ്യുന്നത്. ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ഇൻഫോർമേഷൻ ആകാം, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ പറ്റിയിട്ടാകാം, അല്ലെങ്കിൽ ഒരു ഇവൻ്റ് ആകാം, പീപ്പിൾ ആകാം, സിമ്പിൾ ആകാം. ഇതിനെ പറ്റി നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് പെർപെക്ച്വൽ മെക്കാനിസം, റിസീവിങ് ഓഫ് ഇൻഫോർമേഷൻ ബൈ മീൻസ് ഓഫ് 5 സെൻസസ്. ഇതിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻസൊക്കെ നമ്മൾ 5 സെൻസസിൽ നിന്ന് ഇൻഫോർമേഷൻ റിസീവ് ചെയ്യുന്നു. അത് നമ്മൾ പ്രോസസ്സ് ചെയ്യാണ് ചെയ്യുക. പെർപെക്ച്വൽ റിസീവ് ചെയ്യുന്നു, ദെൻ അത് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ദെൻ പെർപെക്ച്വൽ ഓർഗനൈസേഷൻ, അത് ദെൻ നെക്സ്റ്റ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. ഇൻ്റർപ്രറ്റ് ചെയ്തതിന് ശേഷമാണ് പെർപെക്ച്വൽ ഔട്ട്പുട്ട് ഉണ്ടാവുന്നത്. അതായത് ഈ 5 ഓർഗൻസിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫോർമേഷൻ നമ്മൾ പ്രോസസ്സ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഔട്ട്കം, ബിഹേവിയറൽ ഔട്ട്കം അതിനോട് ഉണ്ടാവുന്നത്. ആ ബിഹേവിയറൽ ഔട്ട്കമാണ്, പെർസെപ്ഷൻ്റെ ബേസിലുള്ള നമ്മുടെ ഔട്ട്കമാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ഒപ്പീനിയൻ, ഫീലിങ്സ്, വാല്യൂസ്, ബിഹേവിയർ എന്നെല്ലാം പറയുന്നത്. പെർഫെക്റ്റ് output is the behavioral outcome of perpetual mechanism. It is the result of perceptual process. It include attitude, opinion, feelings, values, and behavior. Selective perception is the process of screening out information that we are uncomfortable with or that contradicts our belief. For example, a manager has very positive attitude about a particular worker, and one day he notices that the worker seems to be goofing up. Selective perception may make the manager to quickly disregard what he observed. For example, a manager who has formed a very negative attitude about a particular worker and he happens to observe a high performance from the same worker, in this case influenced by the selective perception process, he too will disregard it. സെലക്റ്റീവ് പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ടെൻഡൻസിയാണ്. നമുക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ പ്രീവിയസ് ബിലീഫിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കിട്ടിയാൽ ആ ഇൻഫോർമേഷൻസ് അത് അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ അത് മറന്നു കളയുക എന്നുള്ളതിനാണ് സെലക്റ്റീവ് പെർസെപ്ഷൻ. നമുക്ക് വേണ്ടത് മാത്രം എടുക്കുക. സപ്പോസ് ഒരു മാനേജർക്ക് ഒരു വർക്കറിനുമായിട്ട് അറിയാം അയാൾ അത്ര നന്നായി വർക്ക് ചെയ്യാത്തൊരു വർക്കറാണെന്നുള്ള ഒരു ഐഡിയ ആണുള്ളത്. അയാളൊരു നന്നായിട്ട് ഒരു വർക്ക് പെർഫോം ചെയ്ത് കഴിഞ്ഞാലും ആ പെർഫോം ചെയ്തത് മാനേജർ കൺസിഡർ ചെയ്യാതിരിക്കാം. കാരണം അയാൾ മാനേജറിൻ്റെ ഒപ്പീനിയനിൽ ഈ വർക്കറിൻ്റെ പെർഫോമൻസ് പുവർ ആയിരിക്കും എന്നുള്ളതാണ്. സോ ഇയാൾ നന്നായി പെർഫോം ചെയ്ത് കഴിഞ്ഞാലും അത് ഡിസ്റിഗാർഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെലക്റ്റീവ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഓൾറെഡി ഉള്ള ബിലീഫിനെ നമ്മൾ ചേഞ്ച് ചെയ്യാതിരിക്കാം. നമുക്ക് വേണ്ട ഇൻഫോർമേഷൻസ് മാത്രം എടുക്കുന്നതിനെയാണ് നമ്മൾ സെലക്റ്റീവ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഹാലോ ഇഫക്റ്റ് ആൻഡ് സ്റ്റീരിയോടൈപ്പ്. ഹാലോ ഇഫക്റ്റ് ഈസ് ദി ടെൻഡൻസി ഓഫ് ജഡ്ജിങ് the person entirely on the basis of single trait which may be favorable or unfavorable. We judge a person by our first impression about him or her. When we draw general impression about an individual based on single characteristics such as intelligence, sociability or appearance, a halo effect is operating.
ഒരു സിംഗിൾ ട്രേറ്റിൻ്റെ ബേസിൽ ഒരു ഇൻഡിവിജ്വലിനെ മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹാലോ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ആ സിംഗിൾ ട്രേറ്റ് ചിലപ്പോൾ അയാൾക്ക് ഫേവറബിൾ ആയിരിക്കാം, അതല്ലെങ്കിൽ അൺഫേവറബിൾ ആയിരിക്കാം. ഒരാൾ ഇൻ്റലിജൻ്റ് ആണെന്നുള്ളത് ഒരു സിംഗിൾ ട്രേറ്റിൻ്റെ ബേസിൽ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ അതിനെ നമ്മൾ ഹാലോ ഇഫക്റ്റ് എന്ന് പറയാം. മേ ബി നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ്റെ ബേസിലായിരിക്കും നമ്മൾ അയാളെ ജഡ്ജ് ചെയ്യുന്നുണ്ടാവാം. Stereotyping is the process of categorizing or labeling. Pure stereotyping consists of 3 steps: identifying categories of people, associating certain categories with those categories, and then assuming that anyone who fits a certain category must have those characteristics. For example, if dishonesty is associated with a politician, we are likely to assume that all politicians are dishonest. സ്റ്റീരിയോടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് ഇതിങ്ങനെയാണെന്ന് ആദ്യം തന്നെ വിചാരിച്ചിട്ട് അതിനൊരു അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ ലേബൽ ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റീരിയോടൈപ്പിംഗ് എന്ന് പറയുന്നത്. സ്റ്റീരിയോടൈപ്പിംഗ് 3 ടൈപ്പ് ഉണ്ട്. ഐഡൻറ്റിഫൈയിങ് കാറ്റഗറീസ് ഓഫ് പീപ്പിൾ, അതായത് വുമൺ, പൊളിറ്റീഷ്യൻ, നമ്മൾ ഇങ്ങനെ കാറ്റഗറി ആയിട്ട് നോക്കുക. ഇനി വുമൺ ആണെങ്കിൽ ചിലപ്പോൾ പറയും ചില വർക്ക് ടീച്ചിങ് ജോബ്സൊക്കെ വുമണ്ണാണ് കുറച്ചുകൂടി ആപ്റ്റ് ആയിട്ടുണ്ടാവുക. അങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യാം. അല്ലെങ്കിൽ ഡിസോണസ്റ്റി, പൊളിറ്റീഷ്യൻസൊക്കെ ഡിസോണസ്റ്റ് ആണ്. ഇതൊക്കെ പറയുന്നത് നമ്മൾ എന്തോ ഒരു ട്രേറ്റിൻ്റെ ബേസിൽ എല്ലാവരെയും ഒരുപോലെ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്റ്റീരിയോടൈപ്പ് എന്ന് പറയുന്നത്. ഒരാൾ ചെയ്ത കറപ്ഷൻ്റെ ബേസിലായിരിക്കും നമ്മൾ എല്ലാ പൊളിറ്റീഷ്യൻസും ഡിസോണസ്റ്റ് ആണെന്ന് പറയുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു പർട്ടിക്കുലർ തിങ്ങിൻ്റെ ബേസിൽ ഒരാളെ കാറ്റഗറൈസ് ചെയ്യുന്നതിനെ, ഒരു ഗ്രൂപ്പിനെ കാറ്റഗറൈസ് ചെയ്യുന്നതിനെയാണ് സ്റ്റീരിയോടൈപ്പിംഗ് എന്ന് പറയുന്നത്. Projection and attribution. Projection, it refers to the tendency of the people to see their own traits in other people. It means that when they make judgments about others, they project their own characteristics in others. For a lazy supervisor, every worker is lazy or idle. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ക്യാരക്ടറിൻ്റെയോ അല്ലെങ്കിൽ ട്രെയിറ്റിൻ്റെയോ ബേസിൽ നമ്മൾ മറ്റൊരാളെ വിലയിരുത്തുകയാണെങ്കിൽ അതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. നമ്മളിലുള്ള ക്യാരക്ടർ തന്നെയാണ് നമ്മൾ മറ്റൊരു ഇൻഡിവിജ്വലിനും എക്സ്പെക്റ്റ് ചെയ്യുന്നത് എങ്കിൽ അതിനെയാണ് നമ്മൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ആട്രിബ്യൂഷൻ ഈസ് എ മെക്കാനിസം ത്രൂ വിച്ച് വി ഒബ്സർവ് ബിഹേവിയർ ആൻഡ് ദെൻ ആട്രിബ്യൂട്ട് certain causes to it. Impression management. Social perception is concerned with how one individual perceives other individual. Conversely, impression management is the process by which general people attempt to manage or control the perception that others form about them. People often tend to present themselves in such a way so as to impress others in a socially desirable manner. Thus, impression management has considerable implications for activities like determining the validity of performance appraisals. It serves as pragmatic political tool for someone to climb the ladder of success in organization. മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പീപ്പിളിൻ്റെ കോൺഷ്യസ് ആയിട്ടോ അല്ലെങ്കിൽ സബ് കോൺഷ്യസ് ആയിട്ടോ വരുന്ന അറ്റംപ്റ്റിനെയാണ് നമ്മൾ ഇംപ്രഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഡിവിജ്വൽ ഇംപ്രഷൻ മാനേജ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. അവരുടെ മൈൻഡിൽ ഒരു ഇംപ്രഷൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, സോഷ്യൽ ഇംപ്രഷൻ, സോഷ്യൽ പെർസെപ്ഷൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇംപ്രഷൻ മാനേജ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പെർസെപ്ഷൻ. എക്സ്റ്റേണൽ ഫാക്ടേഴ്സുമുണ്ട്, ഇൻറ്റേർണൽ ഫാക്ടേഴ്സുമുണ്ട്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. Size determines height or weight of an individual, objects, etc. Bigger the size, higher will be the perception. Intensity attracts to increase the selective perception. An illuminated shop attracts attention of the customers. Repetition. Repeated messages and advertisement is more likely to be perceived than single one. Movements. Moving objects are more likely to be perceived than a stationary object. Status.
High status people can influence the perception of employee than low status people. An order from managing director may be perceived by employees quickly. Contrast. An object which contrasts with surrounding environment more likely to be noticed. Example, exit sign in cinema hall, danger sign in transformer, etc. നമ്മളെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, നമ്മളെ പെർസെപ്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ് സൈസ് എന്ന് പറയുന്നത്. നമ്മുടെ വെയ്റ്റ്, ഹൈറ്റ്, ഇതെല്ലാം തന്നെ പെർസെപ്ഷനിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എക്സ്റ്റേണലായിട്ട് നമ്മൾ ഒരാളെ പെട്ടെന്ന് കാണുന്ന സമയത്ത് നമ്മൾ അയാളുടെ പറ്റി ഒരു ധാരണ ഉണ്ടാക്കുന്നത് അയാളുടെ ഹൈറ്റോ വെയ്റ്റോ അല്ലെങ്കിൽ സൈസിൻ്റെയൊക്കെ ബേസിലാണ്. നെക്സ്റ്റ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്, സപ്പോസ് ഒരു നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത ഷോപ്സൊക്കെ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അത് ആ ഡെക്കറേഷൻ്റെ പവറാണ് നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അതിനെപ്പറ്റി നമുക്കൊരു ഐഡിയ കിട്ടുന്നത്, ഇത് നല്ല ഷോപ്പാണെന്ന് തോന്നുന്നത് നമ്മൾ ആ ഡെക്കറേഷനിൽ അട്രാക്റ്റ് ചെയ്തിട്ടാണ്. അത് ഒരു പെർസെപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണ്. ദെൻ റിപ്പീറ്റേഷൻ, റിപ്പീറ്റായിട്ട് ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ കേൾക്കുകയാണെങ്കിൽ അത് നമ്മളെ പെട്ടെന്ന് തന്നെ നമുക്കത് പെർസീവ് ചെയ്യും. കാരണം സിംഗിളായിട്ട് വരുന്ന ഒറ്റ പ്രാവശ്യം മാത്രം നമ്മൾ കാണുന്ന ഒരു അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ അട്രാക്റ്റ് ആവില്ല. അതല്ലെങ്കിൽ നമ്മളത് മറന്നു പോകും. റിപ്പീറ്റേഷൻ വരുന്ന സമയത്ത് നമ്മൾ അത് പെർസീവ് ചെയ്യും. മൂവ്മെൻറ്റ്സ്, മൂവിങ് ഒബ്ജക്ട്സ് ആണ് നമ്മളെ കുറച്ചുകൂടി നോൺ മൂവിങ് ഒബ്ജക്ട്സിനെക്കാട്ടും അട്രാക്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് മാനേജിങ് ഡയറക്ടേഴ്സ് അതുപോലെ തന്നെ ടോപ്പ് റാങ്കിലുള്ള ആളുകളുടെ വേർഡ്സ് ആവുന്ന സമയത്ത് ആ ഓർഡേഴ്സൊക്കെ എംപ്ലോയീസ് കുറച്ചുകൂടി പെർസീവ് ചെയ്യും. കോൺട്രസ്റ്റ്, അതായത് നമ്മൾ പെട്ടെന്ന് കാണുന്ന ചില സിമ്പിൾസൊക്കെ ഉണ്ട് നമ്മളെ നോട്ടീസ് ബോർഡ്സൊക്കെ, അത് നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. നോവൽറ്റി ആൻഡ് ഫെമിലാരിറ്റി. This state that either the familiar or novel factor can serve as attention better. Face of film star can be identified even in a crowd. Novelty, അത് നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്കത് മനസ്സിലാവും. നല്ല ഫെമിലിയർ ആയിട്ടുള്ള ഒരാളുടെ ഫേസ് ഏത് തിരക്കിൽ നിന്നുള്ള സമയത്തും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന അവരുടെ നോവൽറ്റി അല്ലെങ്കിൽ ഫെമിലിയറിറ്റിൻ്റെ ബേസിലാണ്. അത് നമുക്ക് പെട്ടെന്ന് തന്നെ പെർസീവ് ചെയ്യാൻ പറ്റും. നാച്ചോ, perception level may be varied according to the nature of input stimuli. Example, a picture attracts more attention than a word. Next, order. The order in which the object or stimuli are presented is an important factor for attention. Example, a welcome speech at the beginning will attract more attention. Like that, in film, suspense will not be revealed at last to heighten the curiosity and perceive attention. ഇതെല്ലാമാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് പെർസെപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. Internal factors relating to perception are learning. A perceptual set is based what a person expects from the stimuli on the basis of experience and learning relative to the same or similar stimuli. Example, perception on signboard will be different for those who learned driving and those who not. Motivation. Motivation also plays an important role in influencing perception. Example, a hungry person will very sensitive to the smell or sight of food than a non-hungry one. Personality. Perception is also influenced by personality, especially young and old man to woman, etc. Young and old, man to woman, etc. Experience. A successful experience enhances and boosts the perceptive ability and leads to accuracy in perception, whereas failure erodes confidence. ഇതിൻ്റെ ബേസിൽ നമുക്ക് ഇത്രയുമാണ് പെർസെപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ലേണിങ്ങിൻ്റെ ബേസിൽ ഇൻഡിവിജ്വലിൻ്റെ പെർസെപ്ഷൻ ഡിഫറെൻ്റ് ആവും. നമ്മൾ ലേൺ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ അറിവ് മാറും, നോളജ് ലെവൽ ഇൻക്രീസ് ചെയ്യും. ഈ നോളജ് ഉള്ള ആളുടെ പെർസെപ്ഷനും നോളജ് ഇല്ലാത്ത ആളുടെ പെർസെപ്ഷനും രണ്ടായിരിക്കും. മോട്ടിവേഷൻ്റെ ബേസിലും നമ്മുടെ പെർസെപ്ഷൻ ഡിഫറെൻ്റ് ആവും. പേഴ്സണാലിറ്റി, ഇൻഡിവിജ്വലിൻ്റെ ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി ആയിരിക്കും.
പേഴ്സണാലിറ്റീൻ്റെ ബേസിൽ നമ്മുടെ ഡിഫറെൻറ്റ് പെർസെപ്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ എക്സ്പീരിയൻസ്, ലൈഫിൽ സക്സസ്ഫുൾ എക്സ്പീരിയൻസ് ഉണ്ടാവുന്ന ആളുടെ പെർസെപ്ഷനും ഫെയിലിയർ എക്സ്പീരിയൻസ് ഉണ്ടാവുന്ന ആളുടെ പെർസെപ്ഷനും ഡിഫറെൻ്റ് ആയിരിക്കും.